നമസ്കാരം. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി സർക്കാരിനെ താഴെയിറക്കി ബി.ജെ.പിയുടെ സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിന് ശേഷം ആദ്യമുണ്ടായ ഒരു വിവാദം എന്ന് പറയുന്നത് ചീഫ് സെക്രട്ടറിയുടെ നിയമനവുമായി ബന്ധപ്പെട്ടാണ്. അതായത് അന്ന് വരെ പശ്ചിമ ബംഗാളിൽ ചീഫ് ഇലക്ടോറൽ ഓഫീസറായി ജോലി ചെയ്തിരുന്ന, മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായി ജോലി ചെയ്തിരുന്ന മനോജ് കുമാർ അഗർവാളിനെയാണ് അദ്ദേഹം ചീഫ് സെക്രട്ടറിയായി നിയമിച്ചത്. അത് വലിയ രീതിയിൽ വിവാദമാവുകയായിരുന്നു. ദേശീയ തലത്തിൽ പോലും ഇത് ചർച്ചയാവുകയായിരുന്നു. രാഹുൽ ഗാന്ധി ഈ ഉത്തരവ് കണ്ടയുടൻ തന്നെ ചാടിയിറങ്ങി, കണ്ടോ ഞാൻ പറഞ്ഞ വോട്ട് ചോരിയുടെ ഒന്നാം തരം തെളിവാണിത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്, അതായത് സംസ്ഥാനത്തെ ഏതാണ്ട് 1 കോടിയോളം വരുന്ന വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താക്കിയതിന് ശേഷമാണ് സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് നടത്തിയതെന്നും SIR-നെതിരായിട്ടുള്ള പ്രധാന ആരോപണമായി കോൺഗ്രസ് ഉന്നയിക്കുന്നത് ഇതാണ്. ഇങ്ങനെ വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റിയതിന് ശേഷമാണ് BJP ബംഗാളിൽ വലിയ തെരഞ്ഞെടുപ്പ് വിജയം നേടിയതെന്നും ഇത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ സഹായത്തോടു കൂടിയാണ് ഈ ഒരു വലിയ വിജയം നേടിയതെന്നും ആ സഹായത്തിന് പകരമായി ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ ചീഫ് സെക്രട്ടറിയായി ആ ഉദ്യോഗസ്ഥനെ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി നിയമിച്ചിരിക്കുന്നുവെന്നുമൊക്കെയുള്ള ഒരു വലിയ പ്രചരണമാണ് രാഹുൽ ഗാന്ധി തുടക്കം കുറിച്ചത്. ഈ പ്രചരണം, അല്ലെങ്കിൽ ഇതൊരു രാജ്യവ്യാപകമായ ഒരു പ്രചരണത്തിൻ്റെ ഒരു ടൂളാക്കി മാറ്റാൻ രാഹുൽ ഗാന്ധി തയ്യാറെടുക്കുമ്പോഴാണ് കേരളത്തിൽ നിന്നും ഒരു ഇരുട്ടടി അദ്ദേഹത്തിന് ലഭിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, കേരള മുഖ്യമന്ത്രി VD സതീശൻ കേരളത്തിലെ ഈ ചീഫ് ഇലക്ടോറൽ ഓഫീസറുടെ പദവിയിലിരുന്ന രത്തൻ യു കേൽക്കറിനെ തൻ്റെ സെക്രട്ടറിയായി നിയമിച്ചുകൊണ്ട് ഉത്തരവിറക്കുന്നു. അതോടുകൂടി രാഹുൽ ഗാന്ധിക്ക് ഈ ഒരു ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം വരുന്നു. സത്യത്തിൽ ഈ നിയമനങ്ങൾ സംശയിക്കേണ്ട നിയമനങ്ങളാണോ? ഇത്തരത്തിലുള്ള ചീഫ് സെക്രട്ടറിയായും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിട്ടുമൊക്കെയുള്ള നിയമനങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള അപാകതയുണ്ടോ? മലയാളി വാർത്ത ഇൻ ഡെപ്തിലേക്ക് സ്വാഗതം. ആദ്യം നമുക്ക് കേരളത്തിലെ രത്തൻ യു കേൽക്കറിൻ്റെ സാഹചര്യം, അല്ലെങ്കിൽ രത്തൻ യു കേൽക്കറിൻ്റെ നിയമനം പരിശോധിക്കാം. ഒരു IAS ഓഫീസർക്ക് അവരുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സർവീസ് കാലയളവിലുടനീളം വിവിധ തരത്തിലുള്ള ചുമതലകൾ വഹിക്കേണ്ടി വരും. സബ് കളക്ടറായി തുടങ്ങി അങ്ങോട്ട് പലതരത്തിലുള്ള ചീഫ് സെക്രട്ടറി വരെയുള്ള പലതരത്തിലുള്ള ചുമതലകൾ സർക്കാരിൻ്റെ ഭാഗമായി നിന്ന് നിർവഹിക്കേണ്ടി വരും. അതിലൊരു ചുമതലയാണ് ഈ ചീഫ് ഇലക്ടോറൽ ഓഫീസർ എന്നത്. അത് എല്ലാവർക്കും കിട്ടണമെന്നില്ല. ഇങ്ങനെ ഒരു ചീഫ് ഇലക്ടോറൽ ഓഫീസർ പദവി വരുന്നത്, അല്ലെങ്കിൽ ഈ ചീഫ് ഇലക്ടറൽ ഓഫീസറിനെ നിയമിക്കുന്നത് സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ അല്ല, പകരം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ് സംസ്ഥാന സർക്കാരുമായി കൂടിയാലോചനകൾ നടത്തി ആ സംസ്ഥാനത്തെ പ്രഗത്ഭനായ, വലിയ അപവാദമൊന്നും കേൾപ്പിച്ചിട്ടില്ലാത്ത, അഴിമതിയുടെ കറപുരളാത്ത, നിഷ്പക്ഷനായിട്ടുള്ള ഒരു IAS ഉദ്യോഗസ്ഥനെ കണ്ടെത്തി അവിടെ പ്രധാനമായും തെരഞ്ഞെടുപ്പുകൾ സുഗമമായി നടത്തുക എന്ന ചുമതല ഏൽപ്പിച്ചുകൊണ്ട് ചീഫ് ഇലക്ടറൽ ഓഫീസറായി ഭരണഘടനയുടെ 364 വകുപ്പ് പ്രകാരം നിയമിക്കും. സംസ്ഥാനത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളുടെ ഒരു മേൽനോട്ട ചുമതല, സ്വതന്ത്രവും നീതിപൂർവകവുമായ ഒരു തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്ത് ഉറപ്പുവരുത്തുക, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് തെരഞ്ഞെടുപ്പുകൾ ചട്ടപ്രകാരം നടത്തുക, ഇതൊക്കെയാണ് ഈ പറയുന്ന ഉദ്യോഗസ്ഥൻ്റെ ചുമതല. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലായിരിക്കുമ്പോൾ വലിയ അധികാരങ്ങളാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർക്കുള്ളത്. സംസ്ഥാനത്തെ സർക്കാരിനെ അനുസരിക്കേണ്ട ബാധ്യതയൊന്നും അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിന് ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്ത് വിപുലമായ അധികാരമാണ് ഈ ചീഫ് ഇലക്ടോറൽ ഓഫീസർക്ക് ഉണ്ടായിരിക്കുക. ഇങ്ങനെ ഒരു പദവിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു പദവിയും ഏറ്റെടുക്കാൻ പാടില്ല എന്നൊന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നേരെ മറിച്ച് ഈ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് ചോദിച്ചാൽ അതും ഒരു IAS ഓഫീസറാണ്. ആ IAS ഓഫീസറെ നിയമിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്, കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയോ ഒന്നുമല്ല. സംസ്ഥാന സർക്കാർ ഒരു മിടുക്കനായ ഉദ്യോഗസ്ഥനെ ഒരു മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി നിയമിക്കും. മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ പ്രവർത്തന ചുമതല മുഴുവൻ ഈ സെക്രട്ടറിയുടെ കയ്യിലായിരിക്കും. മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരുടെ ഓഫീസുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അവരുമായിട്ടുള്ള കോർഡിനേഷൻ അടക്കമുള്ള എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും നിർവഹിക്കുക ഈ ഉദ്യോഗസ്ഥനായിരിക്കും. ഒരു മുഖ്യമന്ത്രിക്ക് വളരെ സുഗമമായി ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ മിടുക്കനായ ഒരു IAS ഉദ്യോഗസ്ഥൻ ഈ ഒരു പദവിയിൽ ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിമാർ അത്തരം IAS ഉദ്യോഗസ്ഥന്മാരെ തിരഞ്ഞുപിടിച്ച്
അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റിൽ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഓഫീസിന് സുഗമമായി പ്രവർത്തിക്കാൻ കഴിയും, അദ്ദേഹത്തിൻ്റെ ജോലി എളുപ്പമാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ വളരെ കാര്യക്ഷമതയുള്ള അഴിമതി രഹിതനായിട്ടുള്ള കാര്യക്ഷമത മുൻകാലങ്ങളിൽ തെളിയിച്ചിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു IAS ഓഫീസറെ അവിടെ വയ്ക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ പോസ്റ്റാണോ CMൻ്റെ സെക്രട്ടറിയുടെ പോസ്റ്റാണോ വലുത് എന്ന് ചോദിച്ചാൽ അങ്ങനെ വലിപ്പച്ചെറുപ്പമൊന്നുമില്ല. പക്ഷേ ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് വിപുലമായ അധികാരങ്ങളുണ്ട്. കുറച്ചുകൂടി ഗ്ലാമറസ് ആയിട്ടുള്ള പോസ്റ്റ് എന്ന് പറയുന്നത് ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ പോസ്റ്റാണ്. അതിനുശേഷം ഈ CMൻ്റെ സെക്രട്ടറി പോസ്റ്റ് നൽകുക എന്ന് പറഞ്ഞാൽ അത് വലിയ വരദാനമൊന്നുമല്ല, ഉപകാര സ്മരണയ്ക്ക് വേണ്ടി നൽകാൻ കഴിയുന്ന ഒരു പോസ്റ്റൊന്നുമല്ല, അതൊരു ഉദ്യോഗ കയറ്റവുമല്ല. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന നിലയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫേവർ കാണിച്ചതിൻ്റെ പേരിൽ നൽകുന്ന ഒരു ഉപകാരമാണ്, അല്ലെങ്കിൽ ഉപകാര സ്മരണയായി നൽകുന്ന ഒരു ഡെക്കറേറ്റീവ് പോസ്റ്റാണ് CM സെക്രട്ടറി എന്നൊക്കെ പറയുന്നത്. അത് അടിസ്ഥാനരഹിതമാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കാലത്ത് രത്തൻ യു കേൽക്കർ VD സതീശനും കോൺഗ്രസിനുമൊക്കെ അനുകൂലമായി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുത്തത് കൊണ്ടാണ് ഈ പോസ്റ്റിംഗ് വന്നത് എന്ന പ്രതിപക്ഷ ആരോപണം തീർത്തും അടിസ്ഥാനരഹിതമാണ്. അത് അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ പോലും കഴിയാത്തതാണ്. ഇപ്പോൾ ഈ കേരളത്തിലെ പ്രതിപക്ഷം, അതായത് CPIM ഹാൻഡിലുകളെല്ലാം കേരളത്തിൽ EVM തട്ടിപ്പ് നടത്തിയെന്നും അങ്ങനെ EVM തട്ടിപ്പിലൂടെയാണ് അല്ലെങ്കിൽ വോട്ടർ പട്ടിക അട്ടിമറിച്ചതിലൂടെയൊക്കെയാണ് VD സതീശൻ കേരളത്തിൽ അധികാരത്തിൽ വന്നത്, അതിൻ്റെ ഒന്നാം തരം തെളിവാണ് രത്തൻ യു കേൽക്കറിൻ്റെ ഈ പറയുന്ന നിയമനം എന്നൊക്കെ പറഞ്ഞ് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് തീർത്തും അസംബന്ധമാണ് എന്ന് തന്നെ പറഞ്ഞു വെക്കേണ്ടി വരും. ബംഗാളിൻ്റെ കാര്യത്തിൽ അല്പം കൂടി വ്യത്യസ്തമാണ് കാര്യങ്ങൾ. അതായത് ബംഗാളിൽ മനോജ് കുമാർ അഗർവാൾ ആണ് അവിടുത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആയിരുന്ന വ്യക്തി. അദ്ദേഹം 1990 ബാച്ച് IAS ഓഫീസറാണ്. വെസ്റ്റ് ബംഗാൾ കേഡർ IAS ഓഫീസറാണ്. 1990 ബാച്ച് എന്ന് പറഞ്ഞാൽ വളരെ സീനിയർ ആയിട്ടുള്ള IAS ഉദ്യോഗസ്ഥനാണ്. രത്തൻ യു കേൽക്കർ 2003 ബാച്ച് കേരള കേഡർ IAS ഓഫീസറാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിലുള്ള സീനിയോറിറ്റി വ്യത്യാസം നമുക്കറിയാം. ഈ രത്തൻ യു കേൽക്കറിനെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി എന്ന പദവിയിലേക്കാണ് നിയമിച്ചതെങ്കിൽ മനോജ് കുമാർ അഗർവാളിനെ ചീഫ് സെക്രട്ടറി ആയിട്ടാണ് നിയമിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം നിയന്ത്രിക്കുന്ന ഒരു ഓഫീസറാണ് CM സെക്രട്ടറി എന്ന് പറഞ്ഞാൽ. എന്നാൽ ചീഫ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനത്തിൻ്റെ മുഴുവൻ അഡ്മിനിസ്ട്രേറ്റീവിനെ നിയന്ത്രിക്കുന്ന, ആ സംസ്ഥാനത്തെ ഏറ്റവും ടോപ്പിലുള്ള IAS ഓഫീസറാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരല്പം കൂടി ഡെക്കറേറ്റീവ് പോസ്റ്റാണ് എന്ന് പറയാം. എന്നാലും ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്ന പദവിയിൽ ഇരുന്നു കൊണ്ട് BJPക്ക് അദ്ദേഹം ചെയ്തു കൊടുത്ത ഉപകാരത്തിൻ്റെ ഫലമായിട്ടാണ് ഈ പോസ്റ്റ് കിട്ടിയത് എന്ന വാദവും അടിസ്ഥാനരഹിതമാണ്. കാരണം 1990 ബാച്ച് മുതിർന്ന IAS ഉദ്യോഗസ്ഥനാണ് മനോജ് കുമാർ അഗർവാൾ. അദ്ദേഹത്തിന് സംസ്ഥാനത്തിൻ്റെ ചീഫ് സെക്രട്ടറി പദവി കൃത്യമായും അർഹിക്കുന്നുണ്ട്. അദ്ദേഹം അവിടുത്തെ ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ട് മുതിർന്ന IAS ഉദ്യോഗസ്ഥനെ തന്നെയാണ് ചീഫ് സെക്രട്ടറിയായി നിയമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നിയമനത്തിലും അസ്വാഭാവികത കാണാൻ കഴിയില്ല. ഇപ്പോൾ ഈ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ, രാഹുൽ ഗാന്ധി ഉയർത്തിയ വാദമായിക്കോട്ടെ, കേരളത്തിൽ VD സതീശനെതിരെ കേരളത്തിലെ LDF നേതാക്കൾ ഉയർത്തുന്ന വാദമായിക്കോട്ടെ, രണ്ടും ബാലിശമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്ന് പറയുന്ന ഒരു പദവി അലങ്കരിച്ചിരുന്ന ഒരു ഉദ്യോഗസ്ഥന്, ഒരു IAS ഓഫീസർക്ക് മറ്റൊരു പദവിയും വഹിക്കാൻ പാടില്ല, CMൻ്റെ സെക്രട്ടറിയായി പോകാൻ പാടില്ല, ചീഫ് സെക്രട്ടറിയായി മാറാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് അത് നിയമത്തിന് വിരുദ്ധമാണ്, ചട്ടവിരുദ്ധമായ കാര്യങ്ങളാണ്, അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ്. 1990 ബാച്ച് IAS ഉദ്യോഗസ്ഥൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് സർവീസിൽ ഇനി കുറച്ചു കാലം മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ സമയത്തിനുള്ളിൽ അദ്ദേഹത്തിന് ചീഫ് സെക്രട്ടറി ആകാനുള്ള എല്ലാ യോഗ്യതയും അർഹതയും ഉണ്ട്. നിയമപ്രകാരമാണ് അദ്ദേഹത്തിൻ്റെ നിയമനവും. ഇത്തരം നിയമനങ്ങളെ കരുവാക്കിക്കൊണ്ട് കേരളത്തിലെയും അതുപോലെ തന്നെ പശ്ചിമ ബംഗാളിലെയും തെരഞ്ഞെടുപ്പിന് പിന്നിൽ അട്ടിമറി നടന്നു എന്ന വാദം ഉന്നയിക്കുന്നത് അത് ഒരു പരിധിവരെ നിയമവിരുദ്ധമാണ്, രാജ്യവിരുദ്ധമായ കാര്യമാണ്. രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളിൽ മേൽ ഒരു പാർട്ടി സ്ഥിരമായി ജയിക്കുന്നത് എങ്ങനെയെന്ന് ജനങ്ങളുടെ ഇടയിൽ സംശയമുണ്ടാക്കുന്ന രീതിയിൽ, അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ ചില കുഴപ്പങ്ങൾ ഉണ്ടാക്കി ഇവിടെ ഒരു കലാപം, ഒരു സർക്കാരിനെതിരായിട്ടുള്ള ഒരു പ്രക്ഷോഭം അതൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്ന ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളിൽ സംശയം ജനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുക. രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറേ നാളുകൾ
നാളുകളായി അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. വോട്ട് ചോരി എന്ന് പറയുന്ന ആരോപണം നമ്മൾ കേട്ടതാണ്. അദ്ദേഹം ഈ വോട്ടർ പട്ടികയ്ക്കെതിരെയും വോട്ടിംഗ് മെഷീനെതിരെയും ഒക്കെ ആദ്യ ഘട്ടം മുതൽ തന്നെ ആരോപണം ഉന്നയിച്ചു വന്നിരുന്ന വ്യക്തിയാണ്. എന്നാൽ ഈ ആരോപണങ്ങൾക്കൊന്നും ഒരു അടിസ്ഥാനവും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നിട്ടുണ്ട് എങ്കിൽ, വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് എങ്കിൽ അതെല്ലാം ഉന്നയിക്കാനുള്ള ഒരു സമയമുണ്ട്, ഒരു രീതിയുണ്ട്. തെരഞ്ഞെടുപ്പ് കേസ് കൊടുക്കാം. പക്ഷേ ആ സമയപരിധിയൊക്കെ കഴിഞ്ഞ് ഔട്ട് ഓഫ് ദ ബോക്സ് ആണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. ഇത് നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്ന് മാത്രമല്ല, ജനങ്ങൾക്കിടയിൽ സംശയം ജനിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. ഇത് മാത്രമാണ് രാഹുൽ ഗാന്ധിയുടെ ഉദ്ദേശം. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത്. രാഹുൽ ഗാന്ധി അങ്ങനെ ഒരു വലിയ ക്യാമ്പയിൻ രാജ്യമൊട്ടുക്കും ഈ ബംഗാൾ ചീഫ് സെക്രട്ടറിയുടെ നിയമനത്തിൻ്റെ പേരിൽ നടത്താനാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ അതിനെ മുഴുവൻ അട്ടിമറിച്ച് കളഞ്ഞത് ഇവിടെ കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി രത്തൻ യു കേൽക്കറെ നിയമിച്ചുകൊണ്ടുള്ള വി.ഡി. സതീശൻ്റെ ഉത്തരവാണ്. അതുകൊണ്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ആ ഒരു ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ട്. എന്നിരുന്നാലും കേരളത്തിലെ പ്രതിപക്ഷം അടക്കം വോട്ടിംഗ് മെഷീൻ തിരിമറിയിലൂടെയാണ്, വോട്ടർ പട്ടിക അട്ടിമറിയിലൂടെയാണ്, SIR കോൺഗ്രസിന് അനുകൂലമായി നിർമ്മിച്ചതുകൊണ്ടാണ് വി.ഡി. സതീശനും കോൺഗ്രസും UDFും എല്ലാം അധികാരത്തിലെത്തിയത് എന്ന തേന്താണ രാഷ്ട്രീയ പ്രചരണവും കേരളത്തിൽ നടക്കുന്നുണ്ട്. രണ്ട് പ്രചരണവും അടിസ്ഥാനരഹിതമാണ്, രണ്ട് പ്രചരണവും ജനാധിപത്യ വിരുദ്ധവുമാണ് എന്ന് തന്നെ പറഞ്ഞു വെക്കണം. IAS ഓഫീസർമാർക്ക് അവരുടെ സർവീസ് കാലയളവിൽ നിരവധി ചുമതലകൾ വഹിക്കാനുണ്ട്. അതിലുള്ള ചുമതലകളിൽ പെട്ടത് തന്നെയാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്ന സ്ഥാനം, മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി എന്ന സ്ഥാനം, ചീഫ് സെക്രട്ടറി എന്ന സ്ഥാനം. അതിൽ നിയമപ്രകാരം ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി നടന്നിട്ടുണ്ടെങ്കിൽ, ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ കോടതികളെയോ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെയോ ഒക്കെ സമീപിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇരിക്കെയാണ് അങ്ങോട്ടൊന്നും പോകാതെ ജനങ്ങൾക്കിടയിൽ സംശയമുണ്ടാക്കുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ഇത് ജനാധിപത്യ സംവിധാനത്തിലൊട്ടും ഭൂഷണമല്ലാത്ത കാര്യവുമാണ്.